ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നവംബർ 14 എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനും അമ്മയും കൂടി രാവിലെ വീട്ടിലെ ചെറിയ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പറശ്ശിനിക്കടവ് വരെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അമ്മയും ഞാൻ തന്നെ ഉള്ളത്, വേറെ ആരുമില്ല. ഇറങ്ങിയിട്ട് നമ്മളിനി ബസ് സ്റ്റോപ്പിലേക്ക് പോക്കാന്ന്. അപ്പം അന്നൊരു അറിയുന്നൊരു ചേട്ടൻ്റെ ഓട്ടോറിക്ഷ കിട്ടിയത്. അങ്ങനെ ഓട്ടോറിക്ഷ കയറിയിരുന്നു. നമ്മൾ അലവിൽ നിന്ന് ഇറങ്ങി നമ്മളെ ബസ് സ്റ്റോപ്പിൽ. അവിടെ നിന്ന് കണ്ണൂരേക്ക് ഇനി ബസ് കയറിയിട്ട് പറശ്ശിനിയിലേക്ക് വേറൊരു ബസ് കയറി പോകണം. അപ്പോൾ അമ്മക്ക് ചെറിയ തലവേദന പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ഡേയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു പൊളിക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അലവിൽ ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ട് അങ്ങനെ ബസ്സൊക്കെ കയറി കണ്ണൂരെത്തി അങ്ങനെ പോയി. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് രണ്ടാളും. അങ്ങനെ അമ്മക്ക് കോക്ടെയിൽ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പേ കോക്ടെയിൽ കുടിച്ചു. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അമ്മ കോക്ടെയിലൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ നേരെ പറശ്ശിനി ബസ് കയറാൻ പോക്കാന്ന്. പറശ്ശിനി ബസ് കുറേ സമയം കാത്തു നിന്നിട്ടോ. ബസ്സൊന്നും വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കുറച്ച് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പകുതിക്ക് എത്തുമ്പോൾ തന്നെ ബസ്സിലൊക്കെ കയറിയിരുന്നു. അപ്പം കയറിയുമ്പോൾ പുതിയൊരു റൂട്ടിലൊക്കെ ഭയങ്കര ബ്ലോക്കാവുന്നു. ഇപ്പം ഞാൻ കുറേ ആയി ഈ റൂട്ടിലോട്ടൊക്കെ പോയിട്ട്. അപ്പം ബസ്സിലൊക്കെ ഒടുക്കത്തെ തിരക്കും ബ്ലോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇരുന്നു കുറേ സമയം. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ അങ്ങനെ എന്തോ എടുത്തിക്കണമെന്ന് തോന്നുന്നു പറശ്ശിനിയത്തെ. അപ്പം അതിലിടക്ക് അമ്മക്ക് പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ, തലവേനയാൻ പറഞ്ഞ് കുറച്ചൊന്ന് നോക്ക് എന്നിട്ട് അങ്ങനെ അമ്മേനെയും അവിടെ പിടിച്ചിരുത്തി. ഞാനിങ്ങനെ പുറത്ത് കാഴ്ചകളൊക്കെ നോക്കി. ഇത് നല്ല നമ്മളെ വളവട്ടണ മൊഴി കേട്ടോ. പിന്നെ ആ പ്രകൃതിയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു എന്നേയുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇവിടെ എത്തി, പറശ്ശിനി എത്തി അറ്റ് ലാസ്റ്റ്. കുറേ കാലത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കൊല്ലത്തിന് ശേഷമായിട്ടാണ് പറശ്ശിനി പോയത്. കഴിഞ്ഞ കൊല്ലമായിട്ടും പോയതാണ്. അപ്പോൾ ഇപ്രാവശ്യം അമ്മേൻ്റെ ബർത്ത്ഡേക്ക് പോകാനായിരിക്കും യോഗം. അങ്ങനെ നമ്മൾ പറശ്ശിനിയിലെത്തി. നോർമലി സ്റ്റെപ്പൊക്കെ കീഞ്ഞിട്ടാണ് നമ്മൾ പോക്ക്. അമ്മ പറഞ്ഞു ഇന്നെനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്താക്കി പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പറശ്ശിനിയിലേക്ക് പോവുക ചെയ്തത്. ആൾക്കാരെല്ലാം കുറച്ച് ആൾക്കാർ റോട്ടുമലൂട്ടിയും സ്റ്റെപ്പിലൂട്ടിയൊക്കെ അങ്ങനെ കയറുന്നെല്ലാം ഉണ്ട് കേട്ടോ. അമ്മക്ക് പിന്നെ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ അവിടുത്തെ എൻ്റെ മെയിൻ എന്താണെന്ന് പറയുക, മറ്റേ വെള്ളം, കുറേ നാരങ്ങ വെള്ളം, ഉപ്പും വെള്ളം, അങ്ങനെ എന്തൊക്കെയൊക്കെ വെള്ളവും പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അതെല്ലാം കുടിച്ച് പോകാമെന്നല്ല വിചാരിച്ചത്. പക്ഷേ പ്ലാൻ ആകെ മാറിപ്പോയി. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു റൂട്ടിലൂട്ടിയാണ് കേട്ടോ പറശ്ശിനിയിലേക്ക് റോഡ് വഴിയെങ്കിൽ പോവുക. അപ്പോൾ അവിടെ കുറേ ടൂറിസ്റ്റ് ഹോമും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറം തന്നെ പുഴയുമല്ലേ, വളവട്ടണം പുഴേൻ്റെ പകുതി എന്തോ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം എന്താക്കി പറശ്ശിനി അങ്ങനെ എത്തി. പറശ്ശിനി കയറുമ്പോൾ അവിടുന്ന് നമ്മൾ എത്തുമ്പോൾ ചോറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള മട്ടായിട്ട്, പക്ഷേ അപ്പൊക്കെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിന്. പിന്നെ ഫുഡൊന്നും കൊടുക്കുന്നില്ല. അപ്പം മുത്തപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നെന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് മുത്തപ്പനെയൊക്കെ കാണാനും പറ്റി. പ്രാർത്ഥിച്ച് മുത്തപ്പനെയൊക്കെ കണ്ടു. കുറച്ച് സമയം കണ്ടിട്ടില്ല, പിന്നെ അധികം നിന്നിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ മറ്റേ പുഴേൻ്റെ അടുത്തൊരു സീറ്റിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനും അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്കും എടുത്തു, ഞാൻ അമ്മക്കും എടുത്തു കൊടുത്തു. പിന്നെ നമ്മൾ പോയതല്ലേ ആ ഒരു ഇതിലെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. കുറച്ച് സമയം വീഡിയോസും ഫോട്ടോസും അതൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ തോതു. മുത്തപ്പനെയും കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് ചായ അംശം കുടിക്കാൻ പോയത്. കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടോട്ടോ. ഭയങ്കര എന്താ പറയുക, ചെറിയ മൂമെൻറ്റ്സ് അത് ഞാനൊന്ന് ക്യാപ്ചർ ചെയ്ത് ഇതിലിട്ടെന്നേയുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ വേഗം തന്നെ ചായ അംശമൊക്കെ കുടിച്ചു. പിന്നെ എന്താ ചെയ്ത്, പിന്നെ ഒന്നുമില്ല. അവിടുന്ന് മുത്തപ്പൻ്റെ അടുത്തൊക്കെ ടാറ്റ വൈവയെല്ലാം നമ്മൾ അവിടുന്ന് തോത് ഇറങ്ങി. ഇതാട്ടോ പുഴ ഇതാണ്. കിടിലം നല്ല പീസാട്ടോ. കുറേ ആൾക്കാരും ഉണ്ട് എല്ലാവരും. പിന്നെ ഇനി മുത്തപ്പൻ്റെ അടുത്ത് അവിടെ നിന്ന് ഉള്ളിൽ ക്യാമറ എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിന്. അപ്പം ഞാൻ ചെറുങ്ങനെ ഒന്ന് തൊട്ടിനായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ടായിന്, ഉള്ളിലുള്ള ആൾ തന്നെ കലമ്പുന്നുണ്ടായിന് കുറേ ആൾക്കാരൊക്കെ. അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു സെക്കൻഡായിട്ടായിരിക്കും ക്ലിപ്പിങ് വരിക. അങ്ങനെ മുത്തപ്പൻ ഇറങ്ങി, മുത്തപ്പനെയും കണ്ട് അംശമൊക്കെ കുടിച്ചു. ഇതാ നായിനൊക്കെ ഉണ്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഇവിടെ പിന്നെ കുറേ നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അംശമൊക്കെ കുടിച്ചു, അംശമൊക്കെ തിന്നു, ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഇപ്രാവശ്യം നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാട്ടോ പോയേ. സ്റ്റെപ്പ് കയറിയിട്ട് പകുതിക്കുന്ന് എക്സിറ്റ് ആവുക. എന്നിട്ട് അങ്ങനെ റൂട്ടിലെത്തി. നമ്മൾ തളർന്നു കേട്ടോ, ഞാനും അമ്മയും ഭയങ്കര തളർന്നു. ഈ സ്റ്റെപ്പ് ഇത്രയും വലിയ സ്റ്റെപ്പ് കയറിയപ്പം തന്നെ. എന്നിട്ട് റോട്ടിലെത്തിയിട്ട് അവിടെ ഒരു ചേട്ടൻ്റെ കടയുണ്ടായിരുന്നു. അവിടെ നിന്നൊരു നല്ല മോരും വെള്ളം വാങ്ങി കുടിച്ചു. കുടിച്ചപ്പം കിട്ടിയൊരു ആശ്വാസം വേറെ തന്നെ കേട്ടോ. ഞാൻ ആകെ വേർത്ത്
സെറ്റായ പോലത്തെ അവസ്ഥയാണ്. അമ്മയും ഞാനൊക്കെ കുടിച്ചു. പിന്നെ ഒരു നെല്ലിക്കയും തിന്നു ഗൈസ്. നല്ല നെല്ലിക്ക വേർത്ത് കൊയന്ന് നല്ല നെല്ലിക്ക എന്നാ നമുക്ക് വായി പൊട്ടിയോണ്ട് തിന്നാൻ കുറച്ച് പാടില്ല. പകുതിക്ക് നമുക്ക് സ്റ്റെപ്പ് എക്സിറ്റ് അടിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എക്സിറ്റ് അടിച്ചിട്ട് അപ്പം റോട്ടിലിറങ്ങി അങ്ങനെയാണ് മോരും വെള്ളമൊക്കെ കുടിച്ച് ഇനിയിപ്പം നടന്ന് ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ബസ് കയറി നമ്മൾ നേരെ കണ്ടുപോയി. അതാണ് പ്ലാൻ. അങ്ങനെ ഇതാ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പം ഈ ബസ്സിൽ തന്നെ പെട്ടെന്ന് തന്നെ കയറി വന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു ബസ്സിലൊക്കെ. അതൊന്നും വലിയ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നേരം MRIയിൽ വന്നു. അമ്മ പറഞ്ഞ് ബിരിയാണി മതി. പിന്നെ ഞാൻ വെച്ച് ഓക്കെ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി കുഴപ്പമില്ല തിന്ന വിശപ്പിന് ചിക്കൻ ബിരിയാണി നമ്മൾ കഴിച്ചു. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ എന്താ നമ്മൾ ചെയ്തേ, നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു 2 സാധനം എന്തോ പർച്ചേസ് ചെയ്തേ കേട്ടോ. അങ്ങനെ ഇതാ അമ്മ